നടൻ എന്നതിലുപരി താരസംഘടനയായ അമ്മയുടെ മേൽനോട്ടക്കാരനെന്ന നിലയിലാണ് ഇടവേള ബാബു നിറഞ്ഞു നിൽക്കാറുള്ളത്. ഒരുപാട് വർഷങ്ങളായി അമ്മയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന താരം ആ സ്ഥാനത്തു നിന്നും രാജിവെക്കുകയാണ്. ഇതിനെപ്പറ്റി അടുത്തിടെ പല അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു. ഒടുവിൽ ഈ വിഷയങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് താരമിപ്പോൾ. കേട്ടതൊക്കെ സത്യമാണെന്നും അമ്മയിൽ നിന്നും താൻ മാറുകയാണെന്നും നടൻ പറയുന്നു. മാത്രമല്ല സംഘടനയുടെ കാലിടറാനുണ്ടായ കാരണത്തെപ്പറ്റിയും വിവാഹത്തെക്കുറിച്ചുമൊക്കെ ചോദ്യങ്ങൾക്കും മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇടവേള ബാബു വ്യക്തമാക്കി. ഇനി ചിലപ്പോൾ ഇത് ജോലിയായി കരുതേണ്ടി വരും. അതിനു മുൻപ് മാറുകയാണ്. മാത്രമല്ല പുതിയ ആളുകൾ വരേണ്ട സമയമായി. ഒരു ട്രാൻസ്പോർട്ട് വണ്ടി രാവിലെ ഗാരേജിൽ നിന്ന് എടുത്തുകൊണ്ടു പോകുന്ന പോലെയാണ്. അവർ വന്ന് സ്റ്റാർട്ടാക്കും, പോകും. പക്ഷേ അതിൽ ഓയിൽ ഒഴിക്കുകയോ കഴുകുകയോ ചെയ്യില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സംഘടനയും. അതിന് മാറ്റം വരണമെങ്കിൽ ഞാൻ മാറുക തന്നെ വേണം. അപ്പോഴേ പുതിയ ചിന്ത വരികയുള്ളൂ എന്നാണ് ഇടവേള ബാബു പറയുന്നത്. അമ്മയിൽ ജനറൽ സെക്രട്ടറിക്കാണ് അധികാരം. ആ അധികാരം ദുരുപയോഗം ചെയ്യുന്ന ആളാകണം പുതിയ ജനറൽ സെക്രട്ടറി. ഞാൻ ഇല്ലെങ്കിൽ ലാലേട്ടൻ പിന്മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മയിൽ ജനറൽ സെക്രട്ടറിക്കാണ് അധികാരം. ആ അധികാരം ദുരുപയോഗം ചെയ്യാത്ത ആളാകണം പുതിയ ജനറൽ സെക്രട്ടറി. ഞാനില്ലെങ്കിൽ ലാലേട്ടൻ പിന്മാറുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഉണ്ടാകില്ല. അദ്ദേഹം പിന്മാറുന്നില്ല. എൻ്റെ ജീവിതത്തിലെ നല്ല കാലയളവ് മൊത്തം ഞാൻ അമ്മയിലാണ് ചെലവഴിച്ചത്. ഈ സമയത്ത് വിവാഹം പോലും കഴിച്ചിരുന്നില്ല. ഇനിയും വിവാഹമൊന്നും ഉണ്ടാകില്ലെന്ന് തന്നെയാണ് താരം പറയുന്നത്. വിവാഹം കഴിച്ചില്ലെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന ഒരാളുമായി കൂട്ടുകെട്ടുണ്ടാകും. ഭാവിയിൽ എൻ്റെ കൂടെ ഒരു കമ്പാനിയൻ ഉണ്ടായെന്ന് വരാം. അല്ലാതെ കല്യാണമൊന്നും ഉണ്ടാകില്ല. ഈ ജീവിതമാണ് സുഖം. കല്യാണം കഴിക്കാതെ സുഖമായി ജീവിക്കാമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ അതിലേറെ ബാധ്യതകളാണുള്ളത്. കല്യാണം കഴിച്ചാൽ പോലും ഇത്രയേറെ ബാധ്യത വരില്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. സംഘടനയ്ക്ക് കാലിടറിയതിനെപ്പറ്റിയും താരം സൂചിപ്പിച്ചിരിക്കുകയാണ്. അമ്മയിലെ ആളുകൾക്ക് രാഷ്ട്രീയം ഉണ്ടായപ്പോഴാണ് സംഘടനയ്ക്ക് കാലിടറിയത്. മുൻപ് ആർക്കും രാഷ്ട്രീയമില്ലായിരുന്നു. ഇനിയുള്ളവരെ പറ്റി പൊതുജനങ്ങൾക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരൊക്കെ ഏതു പാർട്ടിയിൽ ആണെന്ന് ജനങ്ങൾക്ക് പോലും അറിയാം. അവിടെന്നാണ് അമ്മയ്ക്കെതിരായ വിമർശനങ്ങൾക്ക് ശക്തി കൂടിയതും.